എല്ലാ ആൾക്കാരുടെ അസുഖങ്ങൾ, ക്യാൻസറിനെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ പല രീതിയിലുള്ളതാണ്. അത് വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരു ചികിത്സ കൊടുക്കാൻ കഴിയില്ല. നമ്മൾ സ്തനാർബുദത്തിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ എല്ലാ സ്തനാർബുദവും ഒരേപോലെ എല്ലാ സ്ത്രീകൾക്കും വരുന്നതാണ് എന്ന് ചിലപ്പം വിചാരിച്ചേക്കാം. അത് ഒരു സത്യമല്ല. ലൂമിനൽ എന്ന് പറയുന്ന അസുഖങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. അന്നേരം ഇതിന്റെ ചികിത്സയും അതേപോലെ നമ്മൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇന്ന് ഫെബ്രുവരി 4-ാം തീയതി വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഈ ഒരു ആഘോഷം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് ആൾക്കാരോട് ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. ഇതിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് വന്ന് ഈ അസുഖത്തിനെ എങ്ങനെയും തോൽപ്പിക്കാൻ നോക്കുന്നതാണ് നമ്മുടെ പ്രൈമറി ഇൻട്രസ്റ്റ്. ഈ വർഷത്തെ തീം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അത് വെച്ച് അർത്ഥം നമ്മളെല്ലാവരും ക്യാൻസർ സംബന്ധിച്ചുള്ള അസുഖത്തിനെ തോൽപ്പിക്കാൻ ഒരുമിച്ച് കൂടിച്ചേരുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ പേഷ്യൻസും ഒരേപോലെ അല്ല. എല്ലാ ആൾക്കാരുടെ അസുഖങ്ങൾ, ക്യാൻസറിനെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ പല രീതിയിലുള്ളതാണ്. അത് വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരു ചികിത്സ കൊടുക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള നിലവിലുള്ള സയന്റിഫിക് ഡേറ്റ അനുസരിച്ച് നമ്മളെല്ലാവരും ചികിത്സിക്കാൻ പോകുന്ന പേഷ്യൻസിനെ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് ടൈലർ ചെയ്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഈ യുണീക്ക് എന്ന് ഉദ്ദേശിക്കുമ്പം ഒരു അസുഖത്തിനെ ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ അസുഖത്തിന്റെ ബിഹേവിയർ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൊടുക്കുന്ന പ്രത്യേക അല്ലെ വിശേഷമായിട്ടുള്ള ചികിത്സയാണ്. അത് വെച്ച് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് അസുഖത്തിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ആളുടെ പ്രായം കൂട്ടി കൊടുക്കുന്ന രീതിയിലും നമുക്ക് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസറോ അല്ലെങ്കിൽ ലങ് ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ വരുന്ന രോഗികൾക്കും ഒരേപോലെ അല്ല ചികിത്സ കൊടുക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുന്നത് പല രീതിയിലുള്ള പുതിയ ടെസ്റ്റുകളായിട്ടാണ്. ഈ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ട്യൂമറിന്റെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ ബിഹേവിയറിനെ അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ആ രോഗിക്ക് മാക്സിമം ബെനിഫിറ്റ് നേടിക്കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വർഷം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നന്ദി. നമ്മൾ സ്തനാർബുദത്തിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ എല്ലാ സ്തനാർബുദവും ഒരേപോലെ എല്ലാ സ്ത്രീകൾക്കും വരുന്നതാണ് എന്ന് ചിലപ്പം വിചാരിച്ചേക്കാം. അത് ഒരു സത്യമല്ല. സ്തനാർബുദം പല വ്യത്യസ്ത രീതിയിലുള്ളതുണ്ട്. ഇപ്പോഴത്തെ നിലവിലുള്ള ഡേറ്റ അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 4 വ്യത്യസ്ത രീതിയിലുള്ള സ്തനാർബുദം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ ഞങ്ങൾ ലൂമിനൽ A, B, HER2 പോസിറ്റീവ്, ട്രിപ്പിൾ നെഗറ്റീവ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം പല രീതിയിലാണ്, വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ വളരുന്നതും അതിൻ്റെ സമയം, എത്ര സമയത്തിനകത്ത് ഈ അസുഖം വളർന്ന് കയറി വരും എന്നുള്ളതും വ്യത്യസ്തമാണ്. ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലെ HER2 പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസർ അത് വളരെ ഫാസ്റ്റായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വലുതായി വരുന്നതാണ്. എന്നാൽ ലൂമിനൽ എന്ന് പറയുന്ന അസുഖങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. അന്നേരം ഇതിന്റെ ചികിത്സയും അതേപോലെ നമ്മൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. ആ വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സയ്ക്ക് ചിലതിന് നമ്മൾ സർജറി ആയിരിക്കും ഫസ്റ്റ് മുൻപ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലതിന് നമ്മൾ കീമോതെറപ്പിയോ അല്ല അങ്ങനത്തെ ഒരു ചികിത്സയായിരിക്കും മുന്നിൽ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെയും അസുഖത്തിന്റെ പ്രകൃതി അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക.